അപ്പോൾ ഇന്ന് നമ്മൾ റേഷൻ അരിയും കൊണ്ട് വളരെ എളുപ്പം തന്നെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാൻ കുറച്ച് റേഷൻ അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ റേഷൻ അരിയും കൊണ്ട് ബിരിയാണി, ഫ്രൈഡ് റൈസ്, കപ്സ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കി. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഓർത്ത റേഷനരിയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരുമായിരിക്കുമെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കഴുകിയൊന്ന് വൃത്തിയാക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച് ഒരു 6-7 വെള്ളം കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നല്ല തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരിയിലോട്ട് ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറ് വേവിക്കാനുള്ള വെള്ളം നമുക്കൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് ഇത് നമുക്ക് എടുത്താൽ മതി. അതുവരെ ഇത് ചൂടുവെള്ളത്തിൽ തന്നെ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെള്ളം ജസ്റ്റ് നല്ല ഒന്ന് ചൂടായി തിളയ്ക്കാറൊക്കെ ആയി വന്നപ്പോഴത്തേന് ഞാനതിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക്, ഇനി പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള ഐറ്റംസ്, ഏലക്ക, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി പെരുംജീരകം ചേർക്കാം. ഞാൻ കൂടുതലും ഫ്രൈഡ് റൈസിന് പെരുംജീരകം ചേർക്കാറില്ല, ബിരിയാണിക്ക് ചേർക്കാറുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ബീൻസ് അരിഞ്ഞിട്ടിട്ടുണ്ട്, ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ എണ്ണയ്ക്കകത്ത് വഴറ്റി അരിയിട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ വെള്ളത്തിൽ ഇട്ട് തന്നെ അങ്ങ് അതിൽ കിടന്നങ്ങ് വെന്തോളും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇത് ഇനിയൊന്ന് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേന് ഈ ക്യാരറ്റെല്ലാം ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ശകലം നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കാം, ചോറ് ഈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇച്ചിരി നെയ്യാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അല്ലാണ്ട് വെള്ളം നല്ല തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അരി തണ്ട ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം പോയി നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഈ അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം. നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഊറ്റി ഞാനൊരു കണ്ണാപ്പയ്ക്കകത്ത് വെച്ച് മൊത്തത്തിൽ അങ്ങ് ചരുവത്തോടങ്ങ് തട്ടിയിടുമായിരുന്നേ. അപ്പോൾ നമുക്ക് ഇനി ഇച്ചിരി സവാളയൊന്ന് വറുത്തെടുക്കാം കേട്ടോ. സവാള ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ചോറൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയൊന്ന് വറുത്തെടുക്കുക. ഞാനവിടെ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നേരത്തെ ഒന്ന് എണ്ണയ്ക്കകത്ത്, അതായത് ഓയിലിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ സവാളയൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്, ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നില്ല, ഞാൻ ചോറ് മാത്രം വെച്ച് കാണിക്കുന്നേ ഉള്ളൂ. കറിയുടെ വീഡിയോയും കൂടെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് കറിയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം. ഓക്കെ, അപ്പം നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യമേ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കുറേ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം കൂടെ ചേർക്കാം. പിന്നെ അതേപോലെ തന്നെ പൈനാപ്പിൾ ഞാൻ അതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ പൈനാപ്പിൾ ചേർക്കുവാണെങ്കിൽ നമുക്ക് പൈനാപ്പിൾ എസൻസിൻ്റെ ആവശ്യമില്ല. പൈനാപ്പിൾ നമ്മൾ ചേർത്തില്ലെങ്കിൽ കുറച്ചിരി പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ആവരുത്, കഴിക്കും. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഇനബിൾ ചെയ്യുക. ഇനബിൾ ചെയ്യുന്ന സമയം തന്നെ ഓളെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കടയിൽ നിന്ന് റേഷനരിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ കളയരുത്. ഇതേപോലെയൊക്കെ ചോറൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. വളരെ ടേസ്റ്റാണ്. നമ്മൾ ബിരിയാണി അരിയുടെ
അതേപോലെ അതിന് ടേസ്റ്റ് ഒരു ഇതുപോലും തെറ്റുന്നില്ല. ഒരു സ്മെല്ല്. എനിക്കാണെങ്കിൽ റേഷനരി ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാലേ ബിരിയാണി ഇനിയും തോറ്റു പോകും കേട്ടോ. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പൈനാപ്പിൾ എസൻസ് ശകലം ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട നല്ല നല്ല കമൻറ്റ് ഇടുക. ഓക്കെ, ടാറ്റാ.